ഭരണത്തുടർച്ചയെന്ന LDFന്റെ സ്വപ്നങ്ങൾ അറബിക്കടലിൽ പതിച്ചതോടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒന്നേയുള്ളൂ, ആരാണ് അടുത്ത മുഖ്യമന്ത്രി? പക്ഷേ സംഗതി അത്ര സിമ്പിൾ അല്ല. പുറത്ത് UDF പ്രവർത്തകർ ലഡു വിതരണം ചെയ്യുമ്പോൾ അകത്ത് കസേരയ്ക്ക് വേണ്ടി നടക്കുന്നത് ഒന്നൊന്നര ഗ്രൂപ്പ് യുദ്ധമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ നമ്മൾ കണ്ടതാണ് ആ തമ്മിൽ തല്ലിന്റെ ട്രെയിലർ. ഇപ്പോൾ ദാ ക്ലൈമാക്സ് ഷോട്ടുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഭരിക്കാൻ നോക്കുന്ന പാവം പാർട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തല്ലുകൂടി തോൽക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ്. ഇനി നേതാക്കളോ, അവർ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന ഒറ്റ കസേരയ്ക്ക് വേണ്ടി വട്ടമിട്ട് പറക്കുകയാണ്. 3 പേരുണ്ട് മെയിനായിട്ട്: സതീശൻ, ചെന്നിത്തല, പിന്നെ ദൂരെ ഡൽഹിയിൽ നിന്ന് പറന്നു വരുന്ന KC വേണുഗോപാൽ. ഇതിപ്പോൾ ഒരു കസേരയും 3 പിള്ളേരും എന്ന അവസ്ഥയാണ്. ആരിരുന്നാലും മറ്റേ 2 പേർ താഴെ നിന്ന് കാല് വലിക്കുമെന്ന് ഉറപ്പാണ്. ആദ്യം VD സതീശനെ തന്നെ എടുക്കാം. പട നയിച്ചത് ഞാനാണ്, അതുകൊണ്ട് കിരീടം എനിക്ക് വേണമെന്നാണ് സതീശൻ പക്ഷത്തിന്റെ ലൈൻ. പക്ഷേ കോൺഗ്രസ് തറവാട്ടിൽ അങ്ങനെ ഒരാൾക്ക് മാത്രം കിരീടം കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടില്ലല്ലോ. സമുദായ സംഘടനകളുമായി സതീശൻ വെച്ചു പുലർത്തുന്ന ഒന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. മെയ്വഴക്കം പോരാ സാറേ എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാർ തന്നെ സതീശനെ വെട്ടാൻ കത്തി മൂർച്ച കൂട്ടുകയാണ്. അപ്പോഴാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ എൻട്രി. അനുഭവ സമ്പത്താണ് സാറേ എൻ്റെ മേൽ എന്ന് പറഞ്ഞ് പഴയ പടക്കുതിര വീണ്ടും റെഡിയായി നിൽക്കുകയാണ്. 2021 നഷ്ടപ്പെട്ട അധികാരം ഒരു മധുര പ്രതികാരം പോലെ തിരിച്ചു പിടിക്കണം. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. യുവനിര ഇനി ഞങ്ങൾക്ക് വഴിമാറി തരൂ എന്ന് പിള്ളേർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. A ഗ്രൂപ്പും I ഗ്രൂപ്പും പിന്നെ പുതുതായി വന്ന ഗ്രൂപ്പില്ലാ ഗ്രൂപ്പും കൂടി ചേരുമ്പോൾ ചെന്നിത്തലയുടെ വഴിയിൽ നിറയെ കുഴികളാണ്. ഇനി ഇതിനിടയിലേക്കാണ് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിന്റെ വരവ്. ആകാശത്ത് പറന്നു നടന്ന KCക്ക് ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ഒന്ന് ചവിട്ടണമെന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ ഒരു കണ്ണ് എപ്പോഴും KCയിലുണ്ട്. പക്ഷേ കേരളത്തിൽ വന്നിറങ്ങിയാൽ സതീശനും ചെന്നിത്തലയും ചേർന്ന് KCക്ക് കൊടുക്കാൻ പോകുന്ന സ്വീകരണം എന്തായിരിക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഒരു MP സ്ഥാനം രാജിവെച്ച് എന്തിനാണ് ഈ പുലിവാല് പിടിക്കാൻ വരുന്നതെന്ന് സ്വന്തം അണികൾ പോലും ചോദിക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ നമ്മുടെ ശശി തരൂർ എന്ന എക്സ് ഫാക്ടർ വേറെ കിടക്കുന്നു. അദ്ദേഹം ആരെ പിന്തുണയ്ക്കുമോ അയാളായിരിക്കും അടുത്ത രാജാവ്. തരൂരിനൊപ്പമുള്ള യുവ MLA മാരുടെ നിലപാട് ഹൈക്കമാൻഡിന് ഒരു തലവേദന തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് നിരീക്ഷകർ വരുന്നുണ്ട്. അവർ ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കും. ഉത്തരം കിട്ടുന്നതിന് മുമ്പേ അവിടെ ഗ്രൂപ്പ് പോര് കൊടുമ്പിരി കൊള്ളും. ഇതാണ് കോൺഗ്രസ്. വിജയിച്ചു കഴിഞ്ഞാൽ ഉടൻ അടുത്ത പണി തുടങ്ങും, കസേര പിടുത്തം. ഭരിക്കാൻ വേണ്ടി ജയിച്ചു, ഇനി തമ്മിൽ തല്ലി തോൽക്കാൻ നേതാക്കൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഹൈക്കമാൻഡ് ആരുടെ പേര് പ്രഖ്യാപിച്ചാലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതൊരു പുതിയ അധികാര കേന്ദ്രത്തിന്റെ ഉദയമാകും. പാരമ്പര്യം വേണോ അതോ പരീക്ഷണം വേണോ എന്ന കടുത്ത ചോദ്യത്തിന് ഹൈക്കമാൻഡ് ഉത്തരം നൽകുമ്പോൾ അത് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. പക്ഷേ ഒന്നോർത്തോ, അടിയും പാരയും ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വെറും വാക്കിലല്ല, ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് മാനേജർമാർ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഒരാൾക്ക് വേണ്ടി ഫ്ലെക്സ് അടിക്കുമ്പോൾ മറ്റൊരാൾ അത് കീറാൻ ആളെ വിടുന്നു. ഇതിനെയാണല്ലോ നമ്മൾ കോൺഗ്രസിലെ ആഭ്യന്തര ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഈ തമ്മിൽ തല്ലിന്റെ ബാക്കി പത്രമായി ഇനിയും വരാനിരിക്കുന്ന ചില രസകരമായ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹൈക്കമാൻഡ് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുമ്പോൾ തന്നെ 3 പേർക്കും വേണ്ടി പ്രത്യേക മുദ്രാവാക്യം വിളിക്കാൻ ഗ്രൂപ്പ് തിരിഞ്ഞ് അണികൾ റെഡിയായി നിൽപ്പുണ്ടാവും. ഓരോ MLAയും രഹസ്യമായി കണ്ട അഭിപ്രായം ചോദിക്കുമ്പോൾ എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, പക്ഷേ മറ്റേയാൾ വന്നാൽ ഞാൻ രാജിവെക്കുമെന്ന ഭീഷണി മുഴങ്ങുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ KPCC ഓഫീസിൽ. പണ്ട് കരുണാകരനും ആന്റണിയും തമ്മിലുണ്ടായിരുന്ന ആ പഴയ IA ഗ്രൂപ്പുകൾ ഇപ്പോൾ വെറും ചായക്കടയിലെ തല്ലുപോളിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഗ്രൂപ്പുകൾക്ക് പേരില്ലാത്തതുകൊണ്ട് സതീശൻ ഫാൻസ് എന്നും വേണുഗോപാൽ ആർമി എന്നുമൊക്കെയാണ് പുതിയ വേർഷനുകൾ. ഇതിനിടയിൽ പാവം ഘടകകക്ഷികൾ ജയിപ്പിച്ചു വിട്ടത് ഭരിക്കാനാണല്ലോ എന്ന് കരുതി അവർ വായും പൊളിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ആരുടെ കൂടെ നിൽക്കണമെന്നറിയാതെ കൺഫ്യൂഷനിലാണ്. നിങ്ങൾ ആദ്യം ഒന്ന് തീരുമാനിക്കൂ, എന്നിട്ട് പോരെ ഭരണമെന്ന് അവർക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ പുറത്തു പറഞ്ഞാൽ UDF ഐക്യം തകരും.
ഉള്ളിൽ ചിരിച്ചും പുറത്ത് കരഞ്ഞുകൊണ്ട് ഈ കസേര കളി അവർ നോക്കി നിൽക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപേ പാര പണിയുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത നേതാക്കളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു ഭാഗത്ത് ഹൈക്കമാൻഡ് വിശ്വസ്തനായ KC വേണുഗോപാലിന് വേണ്ടി ഡൽഹിയിൽ ചരടുവലികൾ നടക്കുമ്പോൾ, മറുഭാഗത്ത് ചെന്നിത്തല തന്റെ പഴയ ഗ്രൂപ്പ് ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കുന്നു. ഇതിനൊന്നും വഴങ്ങാതെ ജനപിന്തുണ എനിക്കാണെന്ന് പറഞ്ഞ് സതീശനും നിലയുറപ്പിക്കുന്നു. ആര് മുഖ്യമന്ത്രിയായാലും ബാക്കി രണ്ടുപേരും അടുത്ത 5 വർഷം ആ കസേരയുടെ കാൽ എങ്ങനെ അറുക്കാമെന്ന ഗവേഷണത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ KPCC ഓഫീസിന് മുന്നിൽ പോലീസിനെ നിർത്തേണ്ടി വരും. കാരണം പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ അകത്തുള്ളവർ തമ്മിലാണ് ഇപ്പോൾ യുദ്ധം. പാരമ്പര്യവും അനുഭവ സമ്പത്തും യുവത്വവും തമ്മിലുള്ള ഈ യുദ്ധം രാഷ്ട്രീയത്തിൽ ആര് വാഴും ആര് വീഴും. ഹൈക്കമാൻഡ് വിധി വരുന്നതുവരെ ഈ അങ്കത്തട്ടിൽ തല്ല് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കണ്ടു തന്നെ അറിയാം ആരാണ് ആ ഭാഗ്യവാനെന്ന്. ആര് വന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് അടുത്ത 5 വർഷം നല്ലൊരു പൊളിറ്റിക്കൽ എന്റർടൈൻമെന്റ് ഗ്യാരണ്ടിയാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഓരോ MLA-മാരുടെയും അടുത്ത് ചെന്ന് നിങ്ങൾക്ക് ആരെ വേണമെന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം പേരും KC വേണുഗോപാലിനൊപ്പമാണെന്ന വാർത്തകളാണ് പുറത്തുവരിക. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് വഴി കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. ചെന്നിത്തലയും സതീശനും അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഡൽഹിയിൽ ഭരിക്കുന്നവർക്ക് ഡൽഹി കേരളം ഭരിക്കാൻ ഞങ്ങളെ വേണമെന്നാണ് അവരുടെ ഉള്ളിലിരിപ്പ്. ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ ഇരിക്കുന്നത് പാവം അണികളാണ്. വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട് വോട്ട് ചോദിച്ച് ജയിപ്പിച്ചു വിട്ടത് ഭരിക്കാനാണെങ്കിൽ നേതാക്കൾക്ക് വേണ്ടത് ആ കസേര മാത്രമാണ്. മുഖ്യമന്ത്രി കസേര ഒന്നേയുള്ളൂ. പക്ഷെ അതിലിരിക്കാൻ മോഹിക്കുന്നവർ ഒരുപാടാണ്. ഇതിപ്പോൾ ഒരു ടീമിൽ 3 ക്യാപ്റ്റന്മാരുള്ള കളിയാണ്. ബാറ്റിങ്ങിന് ആരിറങ്ങിയാലും ബാക്കി 2 പേരും പുറത്തിരുന്ന് ഔട്ടാകണേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ്. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് ഒരാളെ പ്രഖ്യാപിച്ചാലും തീരാത്തൊരു പ്രശ്നമുണ്ട്. അസംതൃപ്തരുടെ പട. മന്ത്രിസ്ഥാനം കിട്ടാത്തവരും തങ്ങൾ ഉദ്ദേശിച്ചാൽ മുഖ്യമന്ത്രിയാകാത്തവരും കൂടി ചേർന്ന് അടുത്ത 5 വർഷം ഈ സർക്കാരിനെ എങ്ങനെ ശ്വാസം മുട്ടിക്കാമെന്ന പ്ലാനിങ്ങിലായിരിക്കും. ഭരണ തുടർച്ച തകർത്തു എന്ന് വീമ്പ് പറയുന്ന UDF സ്വന്തം സർക്കാരിന്റെ തുടർച്ച എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ഇനി കാണേണ്ടത്. ഗ്രൂപ്പുകളിൽ PhD എടുത്ത നേതാക്കൾ ഉള്ളപ്പോൾ പുറത്തുനിന്നൊരു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ സർക്കാരിന് ഉണ്ടാവില്ല. തരൂരും MP-മാരും ഈ കളത്തിൽ എന്ത് നിലപാടുമെടുക്കും എന്നത് ഇനിയും സസ്പെൻസ് ആണ്. കേരളത്തിന്റെ ഭരണം തീരുമാനിക്കുന്നത് തിരുവനന്തപുരത്തല്ല, മറിച്ച് ഡൽഹിയിലെ KPCC ഓഫീസിലെ എയർ കണ്ടീഷൻ മുറികളിലാണ്. അവിടെ തീരുമാനമെടുക്കുമ്പോഴേക്കും ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലി പരുവമായിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ വരും വാർത്താ സമ്മേളനങ്ങൾ. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു പക്ഷേ എന്ന് തുടങ്ങുന്ന ആ പക്ഷയുണ്ടല്ലോ, അതിലാണ് കോൺഗ്രസിന്റെ എല്ലാ പാരകളും ഒളിഞ്ഞിരിക്കുന്നത്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള അടുത്ത ഘട്ടം അടിപിടി അപ്പോൾ തുടങ്ങും. ഗ്രൂപ്പ് സമവാക്യം ഒപ്പിച്ചില്ലെങ്കിൽ അന്ന് തുടങ്ങും അടുത്ത പടയൊരുക്കം. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു. പക്ഷേ കിട്ടിയത് മാറ്റമാണോ അതോ നേതാക്കളുടെയും മാറ്റമില്ലാത്ത കസേര ലേലമാണോ എന്ന് കണ്ടു തന്നെ അറിയണം. ഹൈക്കമാൻഡ് ഉടനെത്തും, വിധി വരും. പക്ഷേ ആ വിധി കോൺഗ്രസിനെ ഒന്നിപ്പിക്കുമോ അതോ 3ആയി പിളർത്തുമോ എന്നതാണ് വരും ദിവസങ്ങളിലെ വലിയ ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയാണ്. കാണാൻ കിടക്കുന്നതേയുള്ളൂ പൂരവും തമ്മിൽ തല്ലും. അടുത്ത ദിവസം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കോമഡി സർക്കസ് അരങ്ങേറാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.